ഇപ്പം നിങ്ങളെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, പല രാഷ്ട്രീയക്കാരും ഇവിടെ വരാറുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഇവിടെ വരാറുണ്ട്. ആ വരുന്നവരൊക്കെ ഇവിടെ വന്നാൽ അവരോട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല, ഇറങ്ങിപ്പോ എന്നൊന്നും ഞാൻ പറയാറില്ല. വന്നാൽ എല്ലാവരും വന്നാലും ഇവിടെ ഒരു ചായ കൊടുക്കാൻ പറ്റിയൊരു ചായ കൊടുക്കും. നിങ്ങൾക്കും യഥാർത്ഥം എനിക്ക് ചായ തരാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത്. അത് ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ശീലിച്ചിട്ടുള്ളൊരു ശീലമാണത്. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് 23 മാർച്ച് മാസം 5-ാം തീയതി ഞാനവിടെ തിരുവനന്തപുരത്ത് മകൻ്റെ തൃകയുടെ പിറന്നാളാണ്, അന്നിട്ട് അവിടെ എത്തിയതാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ദല്ലാൽ നന്ദകുമാറും ജാവേദ്കറും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു, എന്താ ഇത് ഇദ്ദേഹം തന്നെ അല്ലേന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ ഞാനതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതുവഴി പോകുന്നതാണ്. വളരെ അടുത്താണ്, നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ്. ആരോ പറയുന്നത് കേട്ടു, അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിലേ പോകുന്ന അവസരത്തിൽ പിന്നെ നിങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഞാനിവിടെ BJPയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് കുറച്ചു കാലമായി. ഇതുവരെ നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ ഞാൻ ഇറങ്ങുകയാണ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഒരു ആകെ എല്ലാം കൂടി നോക്കിയാലൊരു വർത്തമാനം തന്നെ ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനത് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ മകനും മാത്രമല്ല അവരുടെ ബന്ധുക്കൾ, ഈ മകൻ്റെ ഭാര്യയുടെയും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അല്ല വേണ്ട, ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചങ്ങിറങ്ങി. ഇറങ്ങിയപ്പോൾ 2 ഇതുണ്ട് ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ അദ്ദേഹവും നന്ദകുമാറും കയറി, മറ്റേ ലിഫ്റ്റിൽ ഞാനും പോയി. ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം. ആ സംഭവത്തെ എങ്ങനെയാണ് ഇവിടെ എടുത്തു കൊടുത്തത്? ഞാനെന്തോ CPM വിട്ട് ഞാൻ BJP ആകാൻ പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തി? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2-3 സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു. അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കൂ. എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുക? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ? തൃശ്ശൂരിലാണെങ്കിൽ അവിടെ രാമനിലയല്ലേ, CCTV ഇല്ലേ, അവിടെ ജീവനക്കാരില്ലേ, റെക്കോർഡില്ലേ, പുസ്തകമില്ലേ, എല്ലാം നിങ്ങൾ നോക്കിയോ? ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല. പോയിട്ട് അവിടെ ഞാൻ പോയ ദിവസം ഏതാന്ന് നോക്കി. ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായ ഒരു പരിശോധന നടത്തണ്ടേ? ഞാൻ ഏത് പിന്നെ ശോഭാ സുരേന്ദ്രനെ കാണാൻ എനിക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ല. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത്, ഇത്ര ദൂരത്ത് കാണുന്നത് തന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത്, അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേരയുണ്ട്, വലിയ ജനക്കൂട്ടായിരുന്നു. അവിടെ ഞാനും മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ വശത്ത് ഈ സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നാണ് അവരെ ഒരു അടുത്ത് കണ്ടു എന്ന് പറയുന്നതിൻ്റെ അതാണ്. ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സുധാകരൻ പറയുന്നത് ഗൾഫിലാണ് ഗൂഢാലോചന. ഗൂഢാലോചന സുരേന്ദ്രൻ പറഞ്ഞാൽ, അല്ല സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ? ഞാൻ ഗൾഫ് പോയിട്ട് എൻ്റെ വർഷത്രയായി.
ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് അവിടെ പോയത്.